തേജസ്സാണ് മഹാനായ ശൈഖുന പാറന്നൂർ പി പി ഇബ്രാഹിം മുസ്ലിയാർ ഖദ്ദസല്ലാഹു തആല സിറുൽ അസീസ്. ഒരു സുന്നത്ത് പോലും ഉപേക്ഷിക്കാത്ത മഹാൻ. ആ മഹാൻ ലോകത്തോട് വിട പറഞ്ഞു പോകുന്ന അന്നത്തെ രാത്രിയിൽ മഹാനവറുകൾക്ക് ഉറക്കം കിട്ടിയിരുന്നില്ല. ശരീരത്തിന്റെ വേദന കാരണമായി. ആ സമയത്ത് മഹാനവറുകൾ പറഞ്ഞൊരു വാക്കുണ്ട്, പെണ്ണുങ്ങളോട് എടി ഉറക്കം തീരെ കിട്ടണില്ലല്ലോ, ഒന്ന് കണ്ണുപൂടി കിട്ടണില്ലല്ലോ, ഒന്ന് ചെറുങ്ങനൊന്ന് ഉറങ്ങിക്കിട്ടീനെങ്കിൽ തഹജ്ജുദ് നിസ്കരിക്കാമായിരുന്നു. മഹാനായ ശൈഖുന പാറന്നൂർ ഉസ്താദ് അന്നത്തെ രാത്രിയിൽ മഹാനവറുകൾ വിത്ർ നിസ്കരിച്ചിട്ടുണ്ട്. 11 റക്അത്ത് വിത്ർ നിസ്കരിച്ചിട്ടുണ്ട് മഹാനായ ശൈഖുന പാറന്നൂർ ഉസ്താദ് ഖദ്ദസല്ലാഹു തആല സിറുൽ അസീസ്. മഹാനവറുകൾ 11 റക്അത്ത് വിത്ർ നിസ്കരിച്ചു. ആ പാറന്നൂർ ഉസ്താദിന്റെ ഫോട്ടോ അല്ലേ മോനദിന്? ശൈഖുന പാറന്നൂർ ഉസ്താദ്, മഹാനായ ശൈഖുന പാറന്നൂർ പി പി ഉസ്താദ് അവர்கள் ചെറുപ്പകാലം മുതലേ വിശുദ്ധമായ ദീനിന് വേണ്ടി ദഅവത്ത് നടത്തി. മഹാനവറുകൾ ശൈഖുന ഉസ്താദ് അവர்கள் ചെറുപ്പകാലത്തെ സ്വന്തം മഹല്ലത്തുകളിലും സ്വന്തം നാട്ടിലും ദർസ് നടത്തി. പിന്നീട് അവസാനം വഫാത്താകുന്ന സമയം മഹാനായ ശൈഖുന ഉസ്താദ് അവர்கள் ദർസ് നടത്തിയത് പിന്നെ മടവൂര് മഹാനായ ഖുത്ബുൽ ആലം ശൈഖുന സിഎം വലിയുള്ളാഹി തങ്ങളുടെ അവിടെയാണ് മഹാനവറുകൾ ദർസ് നടത്തിയിരുന്നത്. മഹാനവറുകൾ ദർസ് നടത്തിയത് മടവൂര് ശൈഖുന സിഎം വലിയുള്ളാഹി തങ്ങളുടെ ചാരത്തായിരുന്നു. ഈ കാണുന്നതാണ് മഹാനായ ശൈഖുന പി പി ഉസ്താദ് പാറന്നൂർ ഉസ്താദ് അവர்கள். ഇവര് ലോകത്തോട് വിട പറഞ്ഞു പോകുന്ന അന്നത്തെ രാത്രിയിൽ വിത്ർ 11 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ട്. വളരെ അവശരായി, വളരെ ക്ഷീണിച്ച്, വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു സമയമായിരുന്നു ആ സമയത്ത് പോലും മാനവകൾ ഒരൊറ്റ നിസ്കാരം, ഒരൊറ്റ സുന്നത്ത് നിസ്കാരം പോലും ഉപേക്ഷിക്കാറുണ്ടായിരുന്നില്ല. ഇവരുടെ മക്കൾ തന്നെ പറയാറുണ്ട്, മനസ്സിലായില്ലേ? അങ്ങനെ അവസാനത്തെ വാക്കിതാണ്, എടി അവന് കണ്ണുപൂടി കിട്ടീനെങ്കിൽ ഒന്ന് തഹജ്ജുദ് നിസ്കരിക്കാമായിരുന്നു. ആരായി പറഞ്ഞത്? ആലോചിച്ചു നോക്കിയാണ് നിങ്ങൾ. ഇവരൊക്കെ ജീവിതം അതായിരുന്നു. അപ്പൊ എന്റെ മുത്തൂമിനിങ്ങളെ, ഇന്ന് നമ്മളും ഇന്നത്തെ രാത്രിയാണ് ഇതുവരെ തഹജ്ജുദ് ഇല്ലാത്തവർ ഇന്നത്തെ രാത്രി മുതൽ തഹജ്ജുദ് ആരംഭിക്കാം. നമുക്ക് പറയാൻ പറ്റും, ഞാൻ എന്റെ തഹജ്ജുദ് തുടങ്ങിയത് മുഹറം 9 രാവ് മുതലാണ്. വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ. അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരുടെ എണ്ണിയോടുത്ത് അല്ലാഹു പറയുന്നത്, അല്ലാഹുവിന് വേണ്ടി രാത്രി സമയത്തിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ആളുകളാണ് അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാർ. അപ്പൊ ഇന്നത്തെ രാത്രിയിൽ തഹജ്ജുദ് നിസ്കാരം നാം നിസ്കരിക്കണം. ഏറ്റവും ചുരുങ്ങിയത് 2 റക്അത്താണ്. അധികരിച്ചത് എത്ര വേണമെങ്കിൽ നിസ്കരിക്കാം. തഹജ്ജുദ് നിസ്കാരം നാം നിസ്കരിക്കണം. അതേപോലെ തന്നെ തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞാൽ വീണ്ടും നാം ഖുർആൻ പാരായണം നടത്തണം. കാരണം നമ്മൾ മിനിയാന്ന് ഓതിയ ഹദീസാണ്, ഖുർആൻ ഓതാൻ ഏറ്റവും അഫ്ളലായ സമയം രാത്രി സമയമാണ്. രാത്രിയുടെ അവസാനത്തിലാണ് ഏറ്റവും പ്രധാനമായി നാം ഖുർആൻ ഓതേണ്ടത്. അപ്പൊ ഇന്നത്തെ രാത്രിയിൽ നാം തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞ് കുറച്ചുകൂടെ ഖുർആൻ ഓതണം. എന്നിട്ട് സുബഹിയുടെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞ് ഉടനെയായി സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് റവാത്തിബ് നിസ്കരിക്കണം. സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് റവാത്തിബ് സുന്നത്ത് നിസ്കാരം സുബഹിയുടെ മുമ്പായി അത്തായം കഴിക്കണം. അത്തായം കഴിക്കൽ സുന്നത്താണ്, വളരെ ശക്തിയായ സുന്നത്താണ് അത്തായം കഴിക്കുക എന്നുള്ളത്. അത്തായം കഴിച്ച് നോമ്പ് നോൽക്കാൻ വേണ്ടി നിയ്യത്ത് വെക്കണം. മുഹറം 9 അന്നത്തെ സുന്നത്ത് നോമ്പ് ഞാൻ അല്ലാഹു തആലാക്ക് വേണ്ടി നോറ്റുവീട്ടുവാൻ കരുതി എന്ന നിയ്യത്തോടുകൂടെ വിശുദ്ധമായ നിയ്യത്ത് വെച്ച് സുബഹിയുടെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്റെ മുത്തൂമിനിങ്ങളെ വേഗം സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം, റവാത്തിബ് നിസ്കരിക്കണം. സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത്. അപ്പൊ നോമ്പുകാരാണ്, മുഹറം 9 തസ്വാ നോമ്പ് നോറ്റവരാണ്. 2 റക്അത്ത് റവാത്തിബ് സുന്നത്ത് നിസ്കരിച്ചാൽ ദുന്യാവും അതിലടങ്ങിയ സകല വസ്തുക്കളും നിങ്ങൾക്ക് ലഭിക്കുന്നതിനേക്കാൾ ഖൈറാണ് ഈ സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് റവാത്തിബ് സുന്നത്ത് നിസ്കാരം. എല്ലാത്തിനും വിജയത്തിന്റെ തുടക്കം അതാണ്. സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് റവാത്തിബ് സുന്നത്ത് നിസ്കാരം മറക്കരുത്. റവാത്തിബ് സുന്നത്ത് നിസ്കാരം സുബഹിയുടെ മുമ്പ് കിട്ടിയിട്ടില്ലെങ്കിൽ അതിനെ ഖളാ എങ്കിലും വിട്ടണം. അതും സുന്നത്തുണ്ട്, ഖളാ വിട്ടണം. അങ്ങനെ റവാത്തിബ് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സുബഹി നിസ്കാരം നിസ്കരിക്കണം. ഉമ്മമാരെ, നിങ്ങളുടെ വീട്ടിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ മക്കളൊക്കെ ഉണ്ടാവും, അവരൊക്കെ കൂട്ടിയിട്ട് ജമാഅത്തായി നിസ്കരിക്കണം. കഴിയുന്നവർ സഹോദരന്മാരെ, നിങ്ങൾ പള്ളിയിൽ പോയിട്ട് ജമാഅത്ത് നിസ്കരിക്കണം. അത് കഴിഞ്ഞ് മഹത്വമുള്ള ദിക്ർ ചൊല്ലണം. ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെല്ലാൻ വേണ്ടി പറഞ്ഞതാണ്.
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഭാത സമയത്തിൽ ചൊല്ലി കാണിച്ചു തന്നതാണ് സ്വഹാബത്തിനും നമുക്കും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലിയ ദിക്റുകളാണ് ചൊല്ലുന്നത്. ഈ അദ്കാർ സബാഹിലെ 30 ദിക്റുകളും പ്രഭാതത്തിൽ നടത്തേണ്ട ദിക്റുകളാണ്. ആ ദിക്റുകളായ പ്രഭാതത്തിൽ തന്നെ നടത്തണം. സുബഹി നിസ്കാരം കഴിഞ്ഞ ദിക്റിലേക്ക് നാം ഇരിക്കണം. എന്നിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. പവിത്രതയുള്ള ഈ മഹനീയമായ ദിവസത്തിൽ മുഹറം 9 പിന്നെ ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ചാൽ കുടുംബത്തിൽ വിശാലത ചെയ്യലാണ്. കുടുംബത്തിൽ വിശാലത ചെയ്യുക എന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ സഹോദരിമാരെ ഒരു ഇറച്ചും പത്തിരൊക്കെ ഉണ്ടാക്കി നല്ല ഉഷാറാക്കുക. തന്നെ കുടുംബത്തിൽ വിശാലത ചെയ്യാന്നാൽ, അല്ലെങ്കിൽ കുടുംബത്തിൽ വിശാലത ചെയ്യാന്ന് പറഞ്ഞാൽ ഓനെ പിടിച്ച് വലിക്കാന്നല്ലോ. കുടുംബത്തിൽ വിശാലത ചെയ്യാന്ന് പറഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ആർക്ക്? കുടുംബക്കാർക്ക്. ആകെ പഴയ കാലത്തുണ്ടായിരുന്നു ചക്കരച്ചോറ് വെച്ചുണ്ടാക്കിയ കാലം. ആ കാലത്തായിരുന്നു ബ്രിട്ടീഷുകാർ പേടിച്ച് അന്തം വിട്ട് അന്താളിച്ചു പോയി. ഇതൊരു പവിത്രതയുള്ള ദിവസമാണെന്ന് മനസ്സിലാക്കി അവർ ലീവും പ്രഖ്യാപിച്ചു. ആ കാലത്തുള്ള ലീവ് അന്നും ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാലത്തെങ്ങാൻ ലീവ് പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഗവൺമെന്റ് അറിയുക പോലും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ മുഹറം 10, 9, 10 ഒക്കെ ഉണ്ടോ എന്നുള്ളതാണ്. കാരണം ആ രൂപത്തിൽ ഇതിന്റെ പവിത്രതയും മഹത്വം ഒക്കെ നമ്മൾ ഇല്ലാതെയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ആഫത്തും മുസീബത്തും ഒക്കെ പടച്ചോമളിലേക്ക് ഇറക്കി തരാണ്. ആ കാലത്ത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നമ്മുടെ വല്യമ്മമാർ, നമ്മുടെ വല്യപ്പമാർ അന്നത്തെ കാലത്ത് വാളുകേട്ട മഹത്തുക്കളാ ഉസ്താദുമാരുടെ പ്രഭാഷണം കേട്ടുകൊണ്ട് ഈ രാവുകളെ അവർ ഹയാത്താക്കി. ഇത് കണ്ടപ്പോൾ ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി ഇതൊരു പ്രത്യേകതയുള്ള രാവും ദിവസവും പകലുമാണ്. ഒരു ലീവ് പ്രഖ്യാപിച്ചു. പവിത്രതയുള്ള ഈ ദിവസം കുടുംബത്തിൽ വിശാലത ചെയ്യുക, ഭക്ഷണങ്ങൾ ധാരാളമായി ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഉച്ചക്ക് ചോറെടുക്കുക എന്നല്ല അതിന്റെ അർത്ഥം. ഇന്നത്തെ രാവിൽ ഇന്ന് മുഹറം 9 രാവാണല്ലോ, നല്ല എന്തെങ്കിലുമൊക്കെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുക. പഴയകാലത്ത് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞതുപോലെ ചക്കര ചോറുണ്ടാക്കിയ ഒരു കാലം ഉണ്ടായിരുന്നു, മധുരപായസങ്ങൾ ഉണ്ടാക്കിയ ഒരു കാലം ഉണ്ടായിരുന്നു. ഒക്കെ കൊടുത്ത് മക്കൾക്കൊക്കെ കൊടുത്ത് മക്കളും പേരമക്കളും പേരക്കുട്ടികളൊക്കെ ഉണ്ടാവും, ഐറ്റിങ്ങൊക്കെ കൊടുക്കുക. ഐറ്റിങ്ങൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് ഐറ്റിങ്ങൾ ചോദിക്കുന്നത്, ഇതെന്താ അമ്മ പതിവില്ലാത്തൊരു ചക്കര ചോറിന്ന്, ഇതെന്താ അമ്മ പതിവില്ലാത്തൊരു പായസം, ഇതെന്താ അമ്മ പതിവില്ലാത്തൊരു എന്താ പറയാ ആ ഒരു കേക്ക്, ഇതെന്താ അമ്മ പതിവില്ലാത്ത ഒരു കൽത്തപ്പം. അപ്പൊ ഉമ്മമാര് പറഞ്ഞെടുക്കും, ഇന്നാണടാ മുഹറം 9 രാവ്. എന്തമ്മ മുഹറം 9 രാവ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവസാന കാലഘട്ടത്തില് നബി തങ്ങൾ ഒരു ദിവസം വഴിക്കൂടെ നടന്നു പോകുമ്പോ അവിടെയുള്ള മൂസാ നബിയിൽ വിശ്വസിച്ച മനുഷ്യന്മാര് നോമ്പോറ്റത് കണ്ടപ്പോ മുത്തുനബി ചോദിച്ചു, നിങ്ങൾ എന്തിനാ നോമ്പോറ്റത്? ഒരു പറഞ്ഞു, മൂസാ നബി അള്ളാഹ് രക്ഷപ്പെടുത്തിയ ദിവസമാണ് ഇന്നത്തെ ദിവസം. അവൻ നിങ്ങളെക്കാട്ടിലും അർഹൻ ഞാനാണെന്ന് നോമ്പ് നോൽക്കാൻ എന്ന് പറഞ്ഞ് മുത്തുനബി തങ്ങൾ മുഹറം 10 നോൽക്കുകയും അടുത്ത കൊല്ലം ഞാൻ നോമ്പൊൽക്കാൻ, അടുത്ത കൊല്ലം എനിക്ക് അള്ളാഹു ആയുസ്സിനെ നെട്ടിത്തരികയാണെങ്കിൽ മുഹറം 9 നോമ്പും കൂടെ ഞാൻ നോക്കുന്നു പറഞ്ഞ ആ രാവാ കുഞ്ഞാന്ന് അവർക്ക് പറഞ്ഞെടുക്കണം. മനസ്സിലായില്ലേ? ഇന്നത്തെ ദിവസം തൽക്കാലം മൊബൈൽ എവിടെയെങ്കിലും ഒന്ന് എടുത്തു വെക്കണം. ഒന്നിരിക്കൽ ഇന്ന് മൊബൈലില് ആ ചാർജർ എടുത്ത് വെച്ചാൽ മതി, സ്വിച്ച് ഓഫ് ആയിക്കോളും. അതിനുശേഷം ചാർജർ തൽക്കാലം എവിടെയെങ്കിലും ഒന്ന് എടുത്ത് വെച്ചാൽ, കിട്ടാത്തോടത്ത് വെക്കുക, കാണാത്തോടത്ത് വെക്കുക, കണ്ടാ എടുത്ത് കുത്തു, ചാർജ് കയറും, പിന്നെ അയിമത്തോണ്ടി കുത്തിരിക്കും. ഈ മുഹറം 9-ന്റെയും 10-ന്റെയും ഫളായിലുകൾ നമ്മുടെ മക്കൾക്കും പേരമക്കൾക്കും പഠിപ്പിച്ചു കൊടുക്കാതെ നമ്മൾ ഖബറിൽ പോയിട്ട് കിടന്ന അടുത്ത കൊല്ലത്തെ മുഹറം 9-ഉം 10-ഉം ഈ മക്കൾ അറിയാതെ പോവും. ഈ മക്കൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കാതെ പോവും. നേരെ മറിച്ച് നമ്മൾ ഈ രാവിന് ഇങ്ങനൊക്കെ പവിത്രതയുള്ള ഈ രാവിന് ഇങ്ങനൊക്കെ ചെയ്തു വെച്ചു കഴിഞ്ഞാ നമ്മൾ മരിച്ച് ഖബറിൽ പോയി കിടന്ന മുഹറം 9-ന്റെ രാവിനന്ന്, മുഹറം 9-ന്റെ രാവിനന്ന് മക്കള് ഓല മക്കളോട് പറയും, മിണ്ടക്കട ഉമ്മച്ചി ദിവസമൊക്കെ വല്ലാതെ സ്നേഹിച്ച ദിവസമായിരുന്നു, നിങ്ങളപ്പണ്ടായിരുന്നു, പാവായിരുന്നു നിങ്ങളപ്പ. കുടുംബം പോറ്റാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത മനുഷ്യനാണ് ആ മനുഷ്യൻ. മുഹറം 9 വന്ന മൂപ്പർക്ക് വല്ലാത്തൊരു സന്തോഷമായിരുന്നു, വല്ലാത്തൊരു ആനന്ദമായിരുന്നു എന്ന് ആ മക്കൾ ആ കാലത്ത് വിളിച്ചു പറഞ്ഞു. അപ്പൊ ഇന്നത്തെ രാവിലെ ധാരാളമായി ചെയ്യാൻ, നാളത്തെ പകൽ സമയത്തിൽ കുടുംബത്തിൽ വിശാലത ചെയ്യാൻ, കുടുംബ സന്ദർശനം നടത്തുക. കുടുംബ സന്ദർശനം എന്ന് പറഞ്ഞാൽ പെരുന്നാക്കുള്ള മാത്രമല്ല, അങ്ങനെ മനുഷ്യന്മാർ കരുതി വെച്ചിട്ടുണ്ട്.
കുടുംബ സന്ദർശനം പെരുന്നാക്ക് മാത്രമാണ്. എന്തേ ഇപ്പോ അല്ലെങ്കിൽ ചില ആൾക്കാർ വന്നാലും ചോദിക്കും അങ്ങനെ തന്നെയാണ്. ഊർക്കടവിന്റെ കുടുംബക്കാരനാണ് കൂട്ട്. സപ്പോസ് അങ്ങനെ ഊർക്കടവിന്റെ വീട്ടിലേക്ക് വന്നാൽ ഞാൻ ചോദിക്കണം എന്തേ ഇപ്പൊ ഒരു പതിവില്ലാത്ത മയക്കാറില്ലാതെ മയതും ഇങ്ങനെ ചോദിച്ചു വന്നവനായിട്ട് ചടപ്പിക്കാൻ. എന്താ ഇപ്പൊ വന്നോ, എന്തേ കാര്യമില്ലാതെ വെറുതെ വന്നേക്ക്, എന്തിനാ വെറുതെ വന്നോ, മയക്കാറില്ലാതെ മയതുണോ ഇങ്ങനെ ചോദിച്ചേ എങ്ങോട്ടുള്ള വയ്യൊക്കെ അറിയാന്ന് പറഞ്ഞാൽ ഇയാളങ്ങോട്ട് ചടപ്പിക്കാൻ ചെയ്യരുത്. ഒരു അതിഥി നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോ അയാളുടെ കൂടെ മലക്കുകൾ വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഭക്ഷണം ഉണ്ടാക്കിയാൽ പരക്കം പാഞ്ഞ് നടക്കുന്ന അങ്ങാടി കൂടെ എന്നിട്ട് ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് ആളുകളെ ഗസ്റ്റുകളായിട്ട് വീട്ടിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവരുമെന്ന് ഹബീബ നബി മുഹമ്മദ് മുസ്തഫ.